കല്യാണം നല്ലതുപോലെ നടക്കാനിപ്പോ ഗംഗ പാൽപ്പായസം വെച്ചേ പറ്റൂ. ഗംഗയ്ക്കൊന്ന് പറഞ്ഞു കൊടുത്താ മതി. ഞങ്ങളുടെ കല്യാണം നല്ലതുപോലെ നടക്കാൻ വലിയ പാൽപ്പായസം വെക്കാൻ ഏൽപ്പിച്ചിരിക്കുക എന്നെ. അതിപ്പോ നിന്നോട് പറയാൻ പറ്റില്ലല്ലോ. എനിക്കിന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല സ്റ്റെല്ല. എന്റെ തലയൊക്കെ പൊട്ടി പിളർക്കണ പോലെ തോന്നുക. ഞാനൊന്ന് ആവി പിടിച്ചിട്ട് കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. ശരി, ഞാൻ മാഡത്തോട് കാര്യം പറയാം. നീ റെസ്റ്റ് എടുക്ക്. ദാസേട്ടൻ വന്ന ഉടനെ ഹോസ്പിറ്റലിൽ പോവാൻ നോക്ക്. നീ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ പനിയാ. വല്ല കൊറോണ ബാധ ആകാതിരുന്നാ മതി. സൂക്ഷിക്കണം കേട്ടോ. ശരി സ്റ്റെല്ല. ശരി, ഞാൻ ഇറങ്ങുന്നു. എന്റെ അഭിനയം പഠിച്ചു എന്നാ തോന്നണേ. ഈയിടെയായിട്ട് അഭിനയിക്കാനൊക്കെ പഠിച്ചു. വിളിക്കാൻ പോയവൾ ആ വഴിക്ക് പോയി തൊലഞ്ഞെന്ന് തോന്നുന്നല്ലോ. ഇവൾ ഇതെവിടെ പോയി കിടക്കുന്നു? വന്നതും നിന്നതും എല്ലാം കണക്കാ. ഇങ്ങോട്ട് വരട്ടെ അവള്. ഓ, ആനയും അമ്പാരിയും വെച്ച് എതിരേറ്റാലല്ലേ അടുക്കളക്കാരി എഴുന്നുള്ളൂ. ഇവളെയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ. ഇവളൊറ്റയ്ക്കാണല്ലോ വരവ്. മറ്റവളെവിടെ? മാഡം, അത് കാര്യം പറയടി, നിന്ന് കൊഞ്ചാതെ. കല്യാണി എവിടെ? കല്യാണി വന്നില്ല. വന്നില്ലെന്നോ? അഖിലേച്ചി വിളിച്ചതാന്ന് പറഞ്ഞില്ലേ നീ? പറഞ്ഞു മാഡം. പാൽപ്പായസം വെക്കുന്നതിന് മാഡം കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞയച്ചതാണെന്ന് ഞാൻ കല്യാണിയോട് പറഞ്ഞതാ. പക്ഷേ നല്ല പനിയാ, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പെട്ടെന്നൊരു പനിയോ? ഇത് ഞാൻ വിശ്വസിക്കണോ അല്ലേ? ദേ, അഖിലേച്ചി വിളിക്കുന്നു പറഞ്ഞ ICU വരെ ഓടിയിറങ്ങി വരുന്നവളാ കല്യാണി. അല്ല, സത്യത്തെ അവക്ക് പനിയാണോ? അതോ പനിയാണെന്ന് പറയാൻ നിന്നെ ചട്ടം കെട്ടി അയച്ചതോ? അല്ല, നിന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ജാതിയാ. ഞാനൊന്ന് പോയി നോക്കാം. ദേ, അവക്ക് പനിയൊന്നും ഇല്ലെന്ന് ഞാൻ അറിഞ്ഞ അതോടെ ഈ ഫയലും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഈ പണിയുണ്ടല്ലോ, ഞാൻ തെറിപ്പിക്കും. മാർഡി. കല്യാണി, കല്യാണി. വിലാസിനി മാഡം, ഈശ്വര, ഇനി എന്നെ വിളിക്കാൻ വന്നതാണെന്ന് അറിയാൻ വയ്യല്ലോ. കല്യാണി, നീ ഇവിടെ പിന്നാമ്പുറത്ത് എന്ത് ചെയ്യാ? വിളിച്ച വിളിയേക്കാൻ വയ്യേ നിനക്ക്? അഹങ്കാരി. മാഡം, നല്ല തലവേദന, തല പൊട്ടി പിളർക്കണ പോലെ. എനിക്ക് ഒട്ടും സുഖമില്ല. ആർക്ക്? നിനക്ക് സുഖമില്ലെന്നോ? നിന്റെ മോന്ത കണ്ട അത് പറയില്ലല്ലോ. ഉള്ളൊക്കെ കിടുങ്ങുന്നുണ്ട് മാഡം. ശരീരം ആകെ വേദനയാ. വിശ്വസിച്ചു. അതെ, ചേച്ചി പാൽപ്പായസം വെക്കാൻ സഹായിക്കാൻ വേണ്ടി നിന്നെ വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മതി ഈ കിടുങ്ങലും കുളിരും ഒക്കെ. നീ എന്താ ആലോചിക്കുന്നെ? അഭിനയമൊക്കെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വാ. അവളുടെ ഒരു അഭിനയം. എനിക്ക് പറ്റുന്നില്ല മാഡം. ശരീരമൊക്കെ വേദനിക്കുക. അല്ലെങ്കിൽ സ്റ്റെല്ല വന്ന് വിളിച്ചപ്പോഴേ വന്നേനെ ഞാൻ. നീ ചാവാനൊന്നും പോകുന്നില്ലല്ലോ, ഒരു പനിയല്ലേ? വലിയ സീൻ ഇടാതെ ഇങ്ങോട്ട് വാ. എനിക്ക് നിക്കാൻ കൂടി വയ്യ മാഡം. എന്നെ വിട്ടേക്ക് മാഡം. വന്നപ്പോ തൊട്ട് നീ അഭിനയിക്കാൻ തുടങ്ങിയതാണല്ലോ. ദേ, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാ. എന്നെ വിട് മാഡം. എനിക്ക് വയ്യാഞ്ഞിട്ടാ. കള്ളം പറയുന്നോടി നീ. നിന്നെ ഇന്ന് മാഡം, എനിക്ക് വയ്യാത്തോണ്ടാ. അതെ, ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഇങ്ങോട്ട് വാടി. മാഡം,
വരില്ലേ നീ? വിലാസിനി മാഡം, എന്താ മാഡം, എന്തു പറ്റി? എന്തിനാ ഇവിടെ ഉപദ്രവിക്കുന്നേ? ദേ, ഇവൾ അഖിലേച്ച് ആളയച്ച് വിളിച്ചിട്ട് പോലും വരുന്നില്ല. ഇവക്ക് പനിയാണ് പോലും. അതാ ഞാൻ നേരിട്ട് തന്നെ വന്ന് വിളിക്കാന്ന് വെച്ചേ. അച്ഛാ, പനിയും കിടങ്ങിലും കാരണം നിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ടാ ഞാൻ. പനിയുള്ളപ്പോ പോലും അവള് തൃച്ചംബരത്ത് വരുന്ന മുടക്കിയിട്ടില്ല. ഇപ്പൊ ഒട്ടും വയ്യാത്തോണ്ടാ മാഡം. അച്ഛൻ വിശ്വസിച്ചു. വേറെ ആരെങ്കിലും തൽക്കാലം ഏർപ്പാടാക്കാൻ പറയും. അതെ, ഇങ്ങോട്ട് ഉപദേശങ്ങളൊന്നും വേണ്ട. അതെന്ത് വേണോന്ന് വെച്ചാ ഞാൻ തീരുമാനിച്ചോളാം. കള്ളപ്പനിയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞ. കല്യാണി, മോള് റെഡിയാവും. ആശുപത്രി പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാം. അയ്യോ വേണ്ടച്ചാ, ഒരു കഷായം വെച്ച് കുടിച്ചു നോക്കട്ടെ. മാഡം, ഇതാ വരുന്നു. മാഡം വിളിക്കുന്നുണ്ട്, ഞാൻ പോയിട്ട് വരാം. മോളൊരു കഷായം വെച്ച് കുടിക്കേ. കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ശരി അച്ഛാ. അമ്മേ, ഒരവസരം കിട്ടിയപ്പോ മുതലെടുക്കാണല്ലേ? മാക്സിമം ട്രൈ ചെയ്ത് നോക്കിയതല്ലേ, പറ്റുന്നില്ല. അതിനിങ്ങനെ അടിക്കണോ? അടിക്കാലോ, ഇയാളെ കൊല്ലോ വേണ്ട. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായിട്ട് കാശ് തരുന്നുണ്ട്. എന്നിട്ട് അതും പോരഞ്ഞ് കൂടുതൽ ചോദിച്ചോണ്ട് വന്നിരിക്കുന്നു നാണമില്ലാതെ. അത് നടക്കില്ല. കാര്യങ്ങൾ നീ വിചാരിക്കും പോലെ അല്ല ഇവിടെ. ഇവിടെ എല്ലാരും മൊബൈൽ ക്യാമറയും പിടിച്ച് പുറകെ നടക്കുമല്ലേ. നിനക്ക് റിസ്ക് കുറച്ചല്ലേ ഉള്ളൂ. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കളെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഞാനത് നേരിട്ട് കണ്ടു. ഗംഗയുടെ അച്ഛനെ അടിക്കുന്നത് ഞാൻ കണ്ടു വലിയുഞ്ഞെ. എനിക്ക് ചില സംശയങ്ങളുണ്ട് വലിയുഞ്ഞെ. ഒരു പെൺകുട്ടി സ്വന്തം അച്ഛന്റെ കവളത്തടിക്കണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം കാണും. അങ്ങനെ ഒരു കാരണം ഉണ്ടാവണമെങ്കിൽ അയാൾ അവളുടെ അച്ഛനല്ലാതായിരിക്കണം. അതുകൊണ്ട് തന്നെ അത് ഗംഗയുടെ യഥാർത്ഥ അച്ഛനും അമ്മയോ ആണെന്ന് എനിക്ക് സംശയമുണ്ട്. ദിസ് ഈസ് ടു മച്ച് ഗംഗ. അന്ന് എന്നെ അടിച്ചതിൽ ന്യായമുണ്ടായിരുന്നു. കാര്യം അന്ന് തെറ്റെന്റെ ഭാഗത്തായിരുന്നു. പക്ഷെ ഇന്ന് എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ അടിക്കുന്നത്? ദിസ് ഈസ് ടു മച്ച് ഗംഗ. അന്ന് എന്നെ അടിച്ചതിൽ ന്യായമുണ്ടായിരുന്നു. കാര്യം അന്ന് തെറ്റെന്റെ ഭാഗത്തായിരുന്നു. പക്ഷെ ഇന്ന് എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ അടിക്കുന്നത്? എന്ത് തെറ്റ് ചെയ്തിട്ടാ അടിക്കുന്നേന്നോ? ഗംഗേ, ആനന്ദ്, എന്താ പതിവില്ലാതെ എന്റെ റൂമിലൊക്കെ? ഇതുവഴി പോയപ്പോ ബഹളം കേട്ട് നോക്കിയതാ. ഏയ്, ബഹളമൊന്നുമല്ല. മുംബൈയിൽ നിന്ന് ആരൊക്കെ കല്യാണത്തിനുണ്ടാവുന്ന ഡിസ്കസ് ചെയ്യായിരുന്നു. ഓ, അല്ലേ അമ്മേ? അല്ലേ ഡാഡി? അതെ 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 അതെ, അതായിരുന്നു ഡിസ്കഷൻ. ഓ, അച്ഛന്റെ കർണത്തടിച്ചുകൊണ്ടുള്ള ഡിസ്കഷൻ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എനിക്കും തോന്നി ആനന്ദ് തെറ്റിദ്ധരിക്കുമെന്ന്. ഞാൻ എപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ, ആരെങ്കിലും കണ്ടാൽ ഇങ്ങനെ കരുതുള്ളൂ എന്ന്. ഗംഗ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ഇങ്ങനെ സങ്കടം വന്നാലും സന്തോഷം വന്നാലും എന്നെ അടിക്കും. കുട്ടിക്കാലത്ത് ഞാനായിട്ടുണ്ടാക്കി വെച്ച ശീലമാണ്. ഇപ്പോഴും ഇവളത് വിട്ടിട്ടില്ല, അത്രേ ഉള്ളൂ. അച്ഛൻ ഇപ്പോഴും മോള് കൊച്ചു കുട്ടിയാണെന്ന ഭാവം. ഇപ്പൊ തന്നെ ആനന്ദ് തെറ്റിദ്ധരിച്ചത് കണ്ടില്ലേ? ഒറ്റ മോളല്ലേ, ചെല്ലത്തിൽ വളർത്തിയതിന്റെയാ.
ആനന്ദ് അത് കാര്യമാക്കണ്ട. മുതിർന്നവരെ കൈനീട്ടി അടിക്കുന്നത് തെറ്റ, ഏത് വാത്സല്യത്തിന്റെ പേരിലാണെങ്കിലും. ശരി, നിങ്ങളുടെ ഡിസ്കഷൻ നടക്കട്ടെ. എങ്ങനെയുണ്ട് എന്റെ അഭിനയം? ഞാൻ മദ്യപിച്ചിത്തിരി പ്രശ്നം ഉണ്ടാക്കുമെങ്കിലും എന്നെ കൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞതെല്ലാം പാടെ വിശ്വസിച്ച ആനന്ദ് പോയത്. അത് തോന്നല, വെറും തോന്നല്. അവന്റെ ഉള്ളിൽ സംശയത്തിന്റെ വിത്തുകൾ മുളച്ചു തുടങ്ങി. ഇനി വളരെയധികം സൂക്ഷിക്കണം. ഓരോ ചുവടും ശ്രദ്ധയോടെ വേണം മുന്നോട്ട് വയ്ക്കാൻ. വേണ്ടി വന്നാൽ റൂട്ട് മാറ്റിപ്പിടിക്കണം. ഗംഗെ, പിടിക്ക്. തീർക്കണ്ട. കൊള്ളാം. ഇതാണോ വലിയ അസുഖക്കാരി? ദാസേട്ടൻ പറഞ്ഞത് കേട്ടപ്പോ ഞാൻ പേടിച്ചു പോയല്ലോ. സുജാതേച്ചി, അത് പനി പെട്ടെന്ന് മാറിയ പാൽപ്പായസം ഉണ്ടാക്കുന്ന നേർച്ചയുണ്ടായിരുന്നു, അതുകൊണ്ടാ. അമ്പലത്തിൽ പാൽപ്പായസം നേരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പനി പോകാൻ വീട്ടിലെ പാൽപ്പായസം നേർച്ച ഞാൻ ആദ്യമായിട്ട് കാണുക. മാറ, ഞാൻ ഇളക്കാം. നല്ല മധുരണ്ട്. സൂപ്പർ. അയ്യോ ആന്റി, ഇത് തൽക്കാലം അഖിലേച്ചി അറിയണ്ട. അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് മതി കല്യാണം മാറ്റിവെക്കാൻ.
സാരമില്ല, നമുക്ക് വേറെ ഉണ്ടാക്കാം. നല്ല പായസമായിരുന്നു. വാ പെട്ടെന്നാവട്ടെ.